ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന മണ്ണാണ് എക്കൽ മണ്ണ്. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണാണ് എക്കൽ മണ്ണ്. എക്കൽ മണ്ണിൽ നൈട്രജൻ്റെ അളവ് വളരെ കുറവാണ്. ഈ മണ്ണിൽ വിളകൾ നന്നായി വളരുകയും വിളവ് നൽകുകയും ചെയ്യുന്നു. ഉത്തരേന്ത്യൻ സമതലങ്ങളിലും നദീതടങ്ങളിലും തീരദേശ സമതലങ്ങളിലും ഡെൽറ്റ തുരുത്തുകളിലും എക്കൽ മണ്ണ് ധാരാളമായി കാണപ്പെടുന്നു. രാജ്യത്തിൻ്റെ മൊത്തം വിസ്തൃതിയുടെ 40% എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണിൽ പൊട്ടാഷ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഫോസ്ഫറസിൻ്റെ അളവ് വളരെ കുറവാണ്. എക്കൽ മണ്ണ് 2 തരത്തിൽ കാണപ്പെടുന്നു. ഖാദർ എന്നും ബംഗാർ എന്നുമാണ് ഈ 2 തരം എക്കൽ മണ്ണുകൾ അറിയപ്പെടുന്നത്. എക്കൽ മണ്ണ് 2 തരത്തിൽ കാണപ്പെടുന്നു. ഖാദർ എന്നും ബംഗാർ എന്നുമാണ് ഈ എക്കൽ മണ്ണുകൾ അറിയപ്പെടുന്നത്. ഖാദർ എന്നും ബംഗാർ എന്നുമാണ് ഇവ അറിയപ്പെടുന്നത്. ഓരോ വർഷവും പ്രളയജലം നിക്ഷേപിക്കുന്ന പുതിയ എക്കൽ മണ്ണാണ് ഖാദർ. ഓരോ വർഷവും പ്രളയജലം നിക്ഷേപിക്കുന്ന പുതിയ എക്കൽ മണ്ണാണ് ഖാദർ. പ്രളയപ്രദേശത്തു നിന്നും അകലെ കാണപ്പെടുന്ന പഴയ എക്കൽ മണ്ണാണ് ബംഗാർ. പ്രളയപ്രദേശത്തു നിന്നും വളരെ അകലെ കാണപ്പെടുന്ന പഴയ എക്കൽ മണ്ണാണ് ബംഗാർ. 2 തരം എക്കൽ മണ്ണിലും മണലും കളിമണ്ണും അടങ്ങിയിട്ടുണ്ട്. 2 തരം എക്കൽ മണ്ണിലും മണലും കളിമണ്ണും അടങ്ങിയിട്ടുണ്ട്. ഖാദർ ഒരു പുതിയ തരം എക്കൽ മണ്ണായതിനാൽ അതിൽ കങ്കാർ നൊഡ്യൂളുകളുടെ സാന്ദ്രത വളരെ കുറവാണ്. കങ്കാർ നൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ചുണ്ണാമ്പ് തരികൾ വളരെ കുറവാണ്. അതിനാൽ ഖാദറിന് കൂടുതൽ ഫലഭൂയിഷ്ഠതയുണ്ട്. അതായത് കൂടുതൽ ഫലഭൂയിഷ്ഠമായ മണ്ണാണ് ഖാദർ. കാരണം ഇതിൽ കങ്കാർ നൊഡ്യൂളുകളുടെ അഥവാ ചുണ്ണാമ്പുകല്ലുകളുടെ അളവ് വളരെ കുറവാണ്. എന്നാൽ പഴയ എക്കൽ മണ്ണായ ബംഗാറിൽ കങ്കാർ നൊഡ്യൂളുകളുടെ അളവ് വളരെ കൂടുതലാണ്. അതായത് ചുണ്ണാമ്പ് തരികളുടെ അളവ് വളരെ കൂടുതലാണ്. അതിനാൽ ഇവയ്ക്ക് ഫലഭൂയിഷ്ഠത കുറവാണ്. ഫലഭൂയിഷ്ഠത കൂടുതൽ പുതിയ എക്കൽ മണ്ണായ ഖാദറിനും ഫലഭൂയിഷ്ഠത കുറവ് പഴയ എക്കൽ മണ്ണായ ബംഗാറിനുമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു.